ഗൈസ്, ഹൗസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. ഇന്ന് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാം അല്ലെ. ഒന്നുമില്ല, ഹിന്ദി ഇഡിയംസ് വേഴ്സസ് ഇംഗ്ലീഷ് ഇഡിയംസ്. നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ കേട്ട് മറന്നിട്ടുള്ള കുറെ ഇഡിയംസ് ഉണ്ട്. ആ ഇഡിയംസിന് നമ്മൾ ഹിന്ദിയിൽ എന്തൊക്കെയായിരിക്കും പറയാ. അപ്പൊ അങ്ങനെ ഒരു 6 ഇഡിയംസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ആവശ്യം വരും, നിങ്ങൾക്ക് സാധാരണ സംഭാഷണത്തിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എഴുതുമ്പോൾ ഉപയോഗിക്കാം. അറിഞ്ഞിരിക്കുന്നതും നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നോക്കാം. ആങ്കോ കാ താര. ആങ്കോ കാ താര എന്ന് വെച്ചാൽ കണ്ണിലെ നക്ഷത്രം. ആങ്കോ കാ താര, നീ എന്റെ ആങ്കോ കാ താരയാണ് എന്നൊക്കെ നമ്മൾ പറയാണ്. ഇഷ്ടമുള്ള ഒരാളെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക അല്ലെ. കണ്ണിൽ ഉണ്ണിയാണ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന മാതിരി അല്ലെ. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും നോക്കി? ആൻ ആപ്പിൾ ഓഫ് മൈ ഐ. എന്താണ് ആൻ ആപ്പിൾ ഓഫ് മൈ ഐ ആണ്, ആങ്കോ കാ താരയാണ് എന്നൊക്കെ പറയുന്നത് അല്ലെ. യെസ്, അപ്പം അതേപോലെ തന്നെ ദാൽ മേ കുച്ച് കാലാ ഹേ. ദാൽ എന്ന് വെച്ചാൽ എന്താണ്? പരിപ്പാണ് അല്ലെ. പരിപ്പില് കുറച്ച് കറുപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കുറച്ച് എന്തോ സസ്പീഷ്യസ് ആയിട്ട് എന്തോ ഒരു സാധനം ഉണ്ടല്ലോ എന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലെ. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഇഡിയം ഏതാണെന്നറിയോ? സംതിങ് ഇസ് ഫിഷി. എന്തോ നമ്മൾ പറയില്ല, സംതിങ് ഫിഷി, എന്തോ ചീഞ്ഞ് മണക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? ദാൽ മേ കുച്ച് കാലാ ഹേ. പരിപ്പിൽ എന്തോ ഒരു കറുപ്പ് നിറം ഉണ്ട് കേട്ടോ, എന്തോ സസ്പീഷ്യസ് ആയിട്ട് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അല്ലെ. യെസ്, അത് നല്ല സംഭവമാണ്. അതേപോലെ തന്നെ നോക്കിക്കേ, നമ്മൾ പറയാണ് ലെയിം എക്സ്ക്യൂസ്. ലെയിം എക്സ്ക്യൂസസ് പറയാൻ നമ്മൾ പറയില്ലേ, അതിന് നമ്മൾ ഹിന്ദിയിൽ ജൂട്ടാ ബഹാന എന്ന് പറയും. ഇത് നമുക്ക് സാധാരണ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇഡിയമാണ്. പഠിച്ചു വെച്ചോളാം. കാരണം നിങ്ങൾക്ക് സംഭാഷണത്തിൽ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് എഴുതുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ജൂട്ടാ ബഹാന എന്ന് പറഞ്ഞ സംഭവം എന്താണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേപോലത്തുള്ള സംഭവമാണ് നോക്കിയേ, ഹന്ത് ബലാത്തോ സബ് ബല. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണ്. എന്താ? ഓൾസ് വെൽ ദാറ്റ് എൻഡ്സ് വെൽ. അതായത് നമുക്കൊരു ഗുഡ് ആയിട്ടുള്ള ഒരു എൻഡിങ് സംഭവിച്ചു, ഒരു ഹാപ്പി എൻഡിങ് സംഭവിച്ചു. ഒരുപാട് ഡിഫിക്കൽട്ടീസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഹാപ്പി എൻഡിങ് സംഭവിച്ചത് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? സാരമില്ല, ഹാപ്പി എൻഡിങ് ആണല്ലോ സംഭവിച്ചത്, ആ ഡിഫിക്കൽട്ടീസ് ഒക്കെ നമ്മൾ അങ്ങ് മറന്നു വരും അല്ലെ. അപ്പൊ എന്താണ്? എന്ത് നന്നായിട്ടുണ്ടെങ്കിൽ, ഹാപ്പി എൻഡിങ് ആണെങ്കിൽ ഓൾ ഈസ് വെൽ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതിന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന സംഭവമാണ് എന്ത്? അന്ത് ബലാത്തോ സബ് ബല. അന്ത് എൻഡിങ് നല്ലതാണെങ്കിൽ എല്ലാം നല്ലതാണ് എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ്? ഓൾ ഈസ് വെൽ ദാറ്റ് എൻഡ്സ് വെൽ എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ ടു ബി അഷൈംഡ് എന്ന് പറയുന്നതിന് നമ്മൾ പാനി പാനി ഹോന എന്ന് പറയും. ഹിന്ദിയിൽ നമ്മൾ പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ടാവും, പാനി പാനി ഹോ ഗയാ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. അത് കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പാനി പാനി ഹോന എന്ന് വെച്ചാൽ എന്താണ്? ടു ബി അഷൈംഡ്, ലജ്ജിതരാവുക, അഷൈംഡ് ആയി പോവുക എന്നുള്ളതിനാണ് പാനി പാനി ഹോന എന്ന് പറയുന്നത് അല്ലെ. ഇനി നമുക്ക് സംഭാഷണത്തിലൊക്കെ അത് ഉപയോഗിക്കാം അല്ലെ. പിന്നെന്താണ്? ഊണ്ട് കെ മുഹ്മേ ജീര. ഇത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഊണ്ട് കെ മുഹ്മേ ജീര. ഊണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഒട്ടകാണ്. ഒട്ടകത്തിന്റെ വായിൽ ജീരകിട്ട എന്തെങ്കിലും ഉണ്ടാവോ? ഇല്ല. എന്താണ്? ഇത്രയും വലിയൊരു വായന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ജീരകട്ട എങ്ങനെ ഉണ്ടാവും അല്ലെ. അതിന് പറ്റിയിട്ടുള്ള ഇംഗ്ലീഷിലെ ഒരു ഇഡിയമാണ് എന്ത് പറയുന്നത്? എ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ എന്ന് പറയുന്നത്. ഓഷനിൽ ഒരു ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് പറ്റിയിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ഒരു എന്താണ് ഇഡിയമാണ്. അപ്പൊ ഇതേപോലുള്ള കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.